ഓക്കെ. സ്നേഹം നിറഞ്ഞ റബ്ബർ കർഷകരെ, എൻ്റെ വീഡിയോ കാണുകയും ശ്രമിക്കുകയും ചെയ്യുന്ന എല്ലാ നല്ല ആളുകളെ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്ന വീഡിയോയുടെ ടൈറ്റിൽ നെടുക്കാപ്പിന് ചെയ്ത് ഉള്ള കഞ്ഞിയിൽ പാറ്റ കടന്ന ഏർപ്പാടാകുമോ എന്നതാണ്. ഇങ്ങനെ ഒരു ചിന്തായും ധാരാളം കർഷകർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പറയുന്ന കാര്യങ്ങള് വലിയ വലിയ കാര്യങ്ങളാണ്. റബ്ബറിന് 1 കിലോ റബ്ബറിന് 1000 രൂപ ആക്കാം, 100 വർഷം ആയുസ് കിട്ടാം. ഇതൊക്കെ പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. ഞാൻ ഇതൊക്കെ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇതൊക്കെ വെറും വാക്കാണ്, മനുഷ്യനെ തട്ടിപ്പാണ്, ഫുള്ളാക്കുകയാണ് എന്നൊക്കെയുള്ള ചിന്താഗതികൾ വരും. പിന്നെ നമുക്ക് അറിയാമല്ലോ, മഴെന്ന് പറഞ്ഞാല് ഒരു പൊതുപ്രസ്താവനയാണ്. ജാട കാട്ടുന്നവൻ പേട, ജാട കണ്ട് മയങ്ങുന്നവനും പേട. അതൊരു പൊതുതത്വമാണ്. ജാട കാട്ടുന്നവൻ പേടാണെന്നുള്ളൊരു എല്ലാവർക്കും അറിയും. കാര്യം വെച്ചാൽ അഹംഭാവികളെ, തലക്കനമുള്ളവനെ, അവൻ്റെ പെരുമാറ്റത്തിലും രീതിയിലൊക്കെ പിന്നെ അഭാവപാപാദികളിലൊക്കെ ആ അഹംഭാവം കാണിക്കുന്നത് അവൻ പേടാണെന്നുള്ള സൂചനയാണ്. അതിന് ഓരോരുത്തർ പണ്ടുള്ളവരൊക്കെ പിന്നെ ഉത്തരവായിട്ട് പറയും, നല്ല കറുമണികളൊക്കെ പതിരില്ലാതെ കറുമണികൾ നിറഞ്ഞ ഒരു പിന്നെ നെല്ലും കുല അത് കുനിഞ്ഞേ നിൽക്കുള്ളൂ. പതിരാണെങ്കിൽ നേരെ നിൽക്കും. അങ്ങനെ പല കാര്യത്തിലും അത് നമ്മുടെ മനുഷ്യന്റെ കാര്യത്തിൽ ഈ ജാട കണ്ടുന്നവൻ പേടാണ്, മറ്റൊന്നുള്ള ജാട കണ്ട് മയങ്ങുന്നവനും പേടാണ്. അങ്ങനെ നിങ്ങൾ കേട്ടിട്ടില്ലായിരിക്കും അല്ലേ? അതെ, ചില വ്യക്തികളെ അതിൻ്റെ പേരാണ് ഹീറോ വർഷിപ്പ് എന്ന്, വ്യക്തി പൂജ. അവരൊക്കെ ചില ജിമിക്കുകളും പിന്നെ ചിലപ്പം ചിലരെ വലിയ പിന്നെ സിനിമാ നടന്മാര്, നടിമാര്, അല്ലെങ്കിൽ സ്പോർട്സ് വീരന്മാര്, അങ്ങനെയുള്ളവരെ ആരാധിക്കുകയാണ്. അപ്പൊ അവർ പറയുന്ന തെറ്റുകളെയൊക്കെ പൊതിഞ്ഞ് സംസാരിക്കുകയാണ്. അതൊന്നും അത് തെറ്റായിട്ട് കാണുന്നില്ല. അതിപ്പോ എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാര്, മത നേതൃത്വങ്ങളെ എല്ലാം ഉണ്ട്. അപ്പൊ ആ ചിന്താഗതി തന്നെ പേടാണെന്ന് പറയുന്നത്. ജാട കാട്ടുന്നവനും പേട, ജാട കണ്ട് മയങ്ങുന്നവനും പേട. അതിൻ്റെ അകത്തൊരു വരുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാല്, ഈ ജാട ഇല്ലാത്തവൻ പറയുന്നത് അംഗീകരിക്കുക. ഇവിടെ ജാട എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല്, ഞാനിപ്പോ ഒരു കാര്യം പറഞ്ഞല്ലോ, തലയുള്ളവന് പിന്നെ വാലില്ല, വാലുള്ളവന് തലയില്ല, വാലും തലയും ഉള്ളവൻ വളരെ ചുരുക്കമാണ്. ഇല്ലാന്നൊന്നും പറയുന്നില്ല. ഈ വാലെന്ന് പറയുന്ന ഉദ്ദേശിക്കുന്ന അറിയാമല്ലോ, ആ വിദ്യാഭ്യാസ യോഗ്യതയെ കാണിക്കുന്ന MBBS, PhD ഇങ്ങനെ ഒക്കെയുള്ള ഈ അവരുടെ ക്വാളിഫിക്കേഷൻ, വിദ്യാഭ്യാസ ക്വാളിഫിക്കേഷൻ ചോദിക്കുന്ന അക്ഷരത്തെയാണ് പേരിനോട് ചേർത്ത് കളഞ്ഞ വാളെന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വാലുള്ളവർക്ക് തലയില്ലെന്നാണ്. എന്നാൽ തലയുള്ളവർ വായില്ല. ഇത് കാലത്തിന്റെ ചൂരെഴുത്തുകൾ വായിച്ചാൽ ഇത് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാലോ, ഒരു വെറും 5ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു പേപ്പർ ബോയ് ആയിരുന്ന തോമസ് ആൽവാ എഡിസൺ 130 പേറ്റന്റുകൾ സമ്പാദിച്ചെന്ന് പറഞ്ഞാലേ നമുക്കറിയാലോ. ഈ മേലോട്ട് നോക്കുമ്പോൾ നമ്മൾ ഈ നമ്മുടെ പ്രകാശത്തിൽ ആകുന്ന ഈ ബൾബുകളൊക്കെ സൃഷ്ടിച്ചത് ആരാണ്?
അതിൻ്റെ വിദ്യകളൊക്കെ കണ്ടുപിടിച്ചത് ആരാണ്? നമുക്കൊന്ന് ആലോചിക്കണം. അദ്ദേഹത്തിൻ്റെ വാലെന്ന് പറഞ്ഞ, ഞാൻ പറഞ്ഞു പോകുന്ന വസ്തുത, ഈ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് അത് നിസ്സാര കാര്യമല്ല. അത് അറിവ് സമ്പാദിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. നമ്മൾ പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് അറിവൊരു പ്രധാന ഘടകമാണ്. അതിനേക്കാൾ പ്രധാനമാണ് ഓരോ മനുഷ്യരിലും ജന്മസിദ്ധമായിട്ടുള്ള ഈ വാസന. അതിനാണ് കഴിവെന്നൊക്കെ പറയുന്നത്. ആ കഴിവുള്ളവരാണ് കൂടുതലായിട്ടും കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. അത് ശാസ്ത്രത്തിൽ മാത്രമല്ല, വലിയ ദാർശനികന്മാര്, നമുക്കറിയാം സോക്രട്ടീസ്, പ്ലേറ്റോ, അതുപോലെ നമുക്കറിയാം ഈ ക്രിസ്തുവിന് തന്നെയാണെങ്കിൽ ക്രിസ്തുവിനെ പിന്നെ ക്രിസ്ത്യാനികൾ ദൈവമായിട്ട് കാണും. ഇപ്പം മറ്റുള്ളവർ അങ്ങനെ അല്ലല്ലോ കാണുന്നത്. എല്ലാ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, എങ്കിലും അതിൽ നിന്നുള്ള ആശയങ്ങൾ ഇപ്പോഴും ലോകത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കത് ചെറുതായിട്ട് കാണാൻ നോക്കുക. അപ്പം ഏറ്റവും പ്രധാനം ഓരോ മനുഷ്യനിലും അടങ്ങിയിരിക്കുന്ന ഈ കഴിവാണ്, അല്ലെങ്കിൽ ഈ വാസന, ജന്മസിദ്ധമായ വാസന. അത് വിദ്യാഭ്യാസത്തിലൂടെ അത് കുറെ കൂടെ മോഡിഫൈ ചെയ്യാൻ, വികസിപ്പിക്കാനൊക്കെ സാധിക്കും. ഇനി വിദ്യാഭ്യാസം ഇല്ലെങ്കിലും അവൻ്റെ വാസന അവന് പറ്റാവുന്ന വിധത്തിലൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കും. അപ്പൊ എനിക്ക് ഈ ലോകം അങ്ങനെയാണ്, പണ്ടവും അങ്ങനെയാണ്, ഇന്നും അങ്ങനെയാണ്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. കഴിവിനെ അല്ല മാനിക്കുന്നത്, അറിവിനെയാണ്. വാലിനെ അല്ല മാനിക്കുന്നത്, അല്ല തലയെ അല്ല മാനിക്കുന്നത്, വാലിന്. ഈ തലയെന്ന് പറയുന്ന ഈ കഴിവെന്ന് പറയുന്നത്, അവന് തലയോടാമെന്ന് പറഞ്ഞാൽ ബുദ്ധിയോടാമെന്നല്ലേ അർത്ഥം. അപ്പൊ എനിക്കുണ്ട് ഈ ഡ്രോബാക്ക്. അപ്പം ഈ ജാട കണ്ട് മയങ്ങുന്നവൻ പേടാന്നുള്ള വസ്തുതയിൽ ഞാനിത് ആരെയും പിന്നെ വിമർശിക്കുന്നതല്ല, ഒരു പൊതു സ്വഭാവം പറഞ്ഞതാണ്. ഈ വാനില്ലാത്തവർ പറയുന്നത് മനുഷ്യനെ അംഗീകരിക്കുകയില്ല, അല്ല അവരെ ആദരിക്കുകയല്ല. മാത്രമല്ല പലപ്പോഴും കഴിയുന്നത്ര ദ്രോഹിക്കുകയും ചെയ്യും, അവരെ മൂലയ്ക്കിരുത്താൻ ശ്രമിക്കുകയും ചെയ്യും. ക്രിസ്തു തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു പ്രവാചകനും സ്വന്തം നാട്ടിലോ വീട്ടിലോ ആദരിക്കപ്പെടുകയില്ലെന്ന്. വളരെ ശരിയല്ലേ? ഇന്നും അത് തന്നെ എൻ്റെ സത്യം. അപ്പോഴേ അങ്ങനെ നോക്കുമ്പോഴേ ഞാനൊരു പൊതുവെ ഇതൊക്കെ നമ്മുടെ വിഷയത്തിൽ നിന്ന് അല്പം മാറിയാണെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇത് പ്രചരിക്കാത്തതിൻ്റെ കാര്യം. ഇപ്പം ഞാൻ തന്നെ, എനിക്ക് വലിയ വാലൊന്നുമില്ല, വലിയ ജാടയൊന്നുമില്ല. അപ്പം ഞാൻ പറയുന്നത് മനുഷ്യൻ അംഗീകരിക്കാൻ പ്രയാസമാണ്. അത് കാരണം ഞാൻ എൻ്റെ ഞെടി ടാപ്പിങ് വേസ്റ്റാക്കി എല്ലാം നമ്മളെ കൊണ്ട് നമ്മൾ പോയാൽ ഇതൊന്നും ആരും അംഗീകരിക്കുകയില്ല. പിന്നെ ഇതിനാ മുന്നോട്ട് പോകുന്നത്, ഇങ്ങനെ ഈ വീഡിയോ ഇറക്കാനോ ഒന്നും വയറാകുന്നില്ലെങ്കിൽ ഇതെന്നേക്കുമായിട്ടങ്ങ് നഷ്ടപ്പെടുകയാണ്. ഞാൻ പറയുകയാണെങ്കിൽ ഈ നമ്മുടെ കേരളത്തെ അല്ല ലോകത്തെ തന്നെ നമുക്കറിയാമല്ലോ, ഈ റബ്ബർ വില കുറയുകയാണ്. 100 രൂപ കഴിഞ്ഞാൽ തന്നെ ഈ ടയർ വിലയൊക്കെ കുറയുകയല്ലേ. അപ്പൊ അതൊക്കെ സാമ്പത്തികമായിട്ട് മൊത്തത്തിലുള്ള ലോകത്തിന് തന്നെ നേട്ടമല്ലേ. നമ്മുടെ കേരളത്തിലാണെങ്കിൽ ടയർ വില പിന്നെ 1 കിലോ റബ്ബറിന് 1000 രൂപ കിട്ടത്തക്ക രീതിയിൽ ഉത്പാദനം വർദ്ധിച്ചാൽ നേടിച്ചപ്പോൾ അതിന്റെ നേട്ടം എത്രയാണ്? എത്ര കോടിയാണ്? എത്ര 10,000 കോടിയാണ്? എത്ര ലക്ഷം കോടിയാണ്? നമ്മുടെ ഖജനാവൊക്കെ നിറയ്ക്കുകയല്ലേ. ഇപ്പം ഇല്ല എന്ന് പറഞ്ഞ് ഗവൺമെന്റ് ഓടി നടക്കുക. ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൂട്ടുന്നില്ല, പെൻഷൻ കൊടുക്കുന്നില്ല, എല്ലാം തകരാറ് കിടക്കുക. എന്താ പിന്നെ ഖജനാവ് ശൂന്യം, അല്ലെങ്കിൽ വേണ്ടത്ര പണമില്ല. അപ്പൊ ഇവിടെ സാമ്പത്തികമായും വൻ പിന്നെ കുതിച്ചാട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഞൊടിയിടെയുള്ള സംഗതി മാറിയല്ലേ. അപ്പൊ എല്ലാ അർത്ഥത്തിലും ആൾക്കാരുടെ ക്രയശേഷി വർദ്ധിക്കുക, ഓരോ സാധാരണക്കാരനും ഓരോ തൊഴിലാളികളും ഓരോ കാറിന്റെ ഉടമയായിട്ട് മാറിയെന്ന് കഴിഞ്ഞാൽ ഇതൊന്നും സ്വപ്നമൊന്നുമല്ല. ഇപ്പം തന്നെ ഞാൻ നെറ്റ് ടാപ്പിംഗ് നടത്തി 2-3 തോട്ടങ്ങളില് അവിടെ ഞാൻ തൊഴിലാളി എന്നല്ല വിളിക്കുന്നത്, പങ്കാളി എന്നാണ്. ഇപ്പം തന്നെ ഒരു തോട്ടം തന്നെ ഞാൻ പിന്നെ ഏർപ്പാടാക്കിയിരിക്കുകയാണ്. അതിന്റെ നിബന്ധന ഇതാണ്, പകുതി ഉടമയ്ക്ക് പിന്നെ
10 അല്ലെങ്കിൽ 6 പങ്കാളിക്ക് അല്ലെങ്കിൽ തൊഴിലാളി എന്ന് പറയുന്നത് 10% എനിക്ക്. എന്നിട്ട് ഞാൻ ആ ഉടമയോട് പറഞ്ഞു, നിങ്ങൾ തന്നെത്താനെ തൊഴിലാളികളുടെ ഇപ്പോഴത്തെ ടാപ്പിംഗ് നടത്തുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ എടുത്തുതരാം. കാര്യം 600 മരങ്ങളുണ്ട്, അത് 3 ടാപ്പിങ്ങാലെ വെക്കാൻ പോവാണ്. 3 ടാപ്പിങ്ങാൻ്റെ ആദായമാണ് അങ്ങോട്ട് ചെല്ലുന്നത്. നേരത്തെ ഈ 600 മരം വെട്ടാൻ ഒരു ടാപ്പിങ്ങാൻ എൻ്റെ ആവശ്യമുള്ളായിരുന്നു. ഒരു ടാപ്പിങ്ങിൻ്റെ ആവശ്യമില്ല. 900 മരമാണ് ഒരു കണക്ക് പറഞ്ഞാൽ, അത് 600 ഉണ്ടപ്പോൾ ഒരു ടാപ്പിങ്ങാൻ്റെ ആവശ്യമുള്ളൂ. ആ സ്ഥാനത്ത് 3 പേരാണ് വരുന്നത്. 3 പേരിൽ നിന്നുള്ള ആദായമാണ് കിട്ടുന്നത്. ഞാനത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതേയാണ് ഞാൻ കഴിഞ്ഞവരെ ഒരു ഇവിടെ അടുത്ത് തന്നെ കുറവാമണിയിലെ ഒരു തോട്ടം, മഞ്ഞാളി തോട്ടം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അതിൻ്റെ 1 വർഷം കഴിഞ്ഞപ്പോൾ അതിൻ്റെ കണക്ക് ഞങ്ങൾ പരിശോധിച്ചു. ആ ഉടമയെ കൊണ്ട് തന്നെ പരിശോധിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, അവിടെ ആ തൊഴിലാളിയും മുതലാളിയും ഞാൻ വിചാരിച്ച വിധം വേണ്ടവരും സാധിച്ചില്ല. അതിന് പ്രത്യേക സാഹചര്യം ഉണ്ടായിരിക്കും. കാര്യം വെച്ചാൽ അതിൻ്റെ സ്പ്രേയിങ് നടന്നില്ല, പിന്നെ സമയത്ത് പിന്നെ വളപ്രയോഗം നടന്നില്ല, അതുപോലെ തന്നെ സമയത്ത് റെയിൻഗാർഡ് നടന്നില്ല. അങ്ങനെ പല വിഷയമുണ്ടായിരുന്നു. മാത്രമല്ല അവർക്ക് ഈ അതിൻ്റെ പ്രത്യേകിച്ച് അതിൻ്റെ പങ്കാളി അല്ലെങ്കിൽ തൊഴിലാളിക്ക് വിശ്വാസക്കുറവായിരുന്നു. കാരണം പകുതി മരവേ നെടുറ്റാപ്പിങ് നടത്തിയുള്ളൂ. 300 മരത്തിൽ ഏതാണ്ട് 150-160 മര ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് കണക്ക് നോക്കിയപ്പോൾ ഈ മുതലാളിക്ക് അല്ലെങ്കിൽ എൻ്റെ ഉടമയ്ക്ക് നെടുറ്റാപ്പിങ് ആരംഭിക്കുന്നതിന് മുമ്പ് ഈ വർഷം തീർന്നുണ്ടല്ലോ, കഴിഞ്ഞ വർഷം ഏതാണ്ട് എല്ലാ ചെലവും കഴിഞ്ഞ് ഏതാണ്ട് 10-20,000 രൂപ കഷ്ടിച്ച് കിട്ടിയെന്ന് പറഞ്ഞു. ആ സ്ഥാനത്ത് 150 മരത്തെ തന്നെ, അതായത് അത് 300 മരത്തിൻ്റെ കാര്യമായി പറയുന്നത്, 150 മരത്തെ തന്നെ അല്ലെങ്കിൽ 160 മരത്തെ തന്നെ നെടുറ്റാപ്പിങ് ചെയ്തപ്പം എല്ലാ ചെലവും കഴിഞ്ഞ് ഉടമയ്ക്ക് 1,00,000 രൂപ കിട്ടുന്നു. ഇത് ഞാൻ പറഞ്ഞതല്ല, ഞാനത് കണക്കൂട്ടിയതുമല്ല. ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ അവർ കണക്ക് കൂട്ടി പറഞ്ഞ കാര്യമാണ്. അതുപോലെ ഞാൻ തൊഴിലാളിക്ക് അല്ലെങ്കിൽ പങ്കാളിക്ക് അന്ന് ഞാൻ പറഞ്ഞല്ലോ, പിന്നെ റബ്ബർ വില 250 രൂപ വന്നല്ലോ. അത് താണ് 200, ഇപ്പം 180 നിൽക്കുന്നു. എങ്കിലും 200 വെച്ച് കണക്ക് കൂട്ടുകയാണെങ്കിൽ ഞാനൊരു ദിവസം പോയി കണക്ക് കൂട്ടിയ നേരത്തെ ഒരു വീഡിയോയിൽ പറയുകയുണ്ടായി. 100 മരം നെടുറ്റാപ്പിങ് ചെയ്തപ്പം അതിൻ്റെ ആ പങ്കാളി തൊഴിലാളി തന്നെ എന്നോട് പറഞ്ഞ വിലമനുസരിച്ച് 20 കിലോ ഉണക്കറ, 10 കിലോ ഉണക്ക ഒട്ടുപാല്. ഇപ്പോഴത്തെ വില വെച്ച് കണക്ക് കൂട്ടിക്കേ മൊത്തം ഏതാണ്ട് 5,000 രൂപ വരും. അപ്പം 6-4 അനുപാതത്തിൽ കണക്ക് കൂട്ടിക്കേ ഉടമയ്ക്ക് 3,000 രൂപ, പങ്കാളിക്ക് അല്ലെങ്കിൽ തൊഴിലാളിക്ക് 2,000 രൂപ. അപ്പൊ ഈ 2,000 രൂപ വെച്ച് ചിലപ്പോൾ മേലോട്ട് പോകാം, ചിലപ്പോൾ താഴോട്ട് പോകാം. പിന്നെ വില കൂടുന്നതിനനുസരിച്ചും കുറയുന്നതിനനുസരിച്ചും മേലോട്ടും താഴോട്ടൊക്കെ വരാം. എങ്കിലും ശരാശരി ഇവരൊപ്പിച്ചാൽ ഈ അനുപാതത്തിൽ കിട്ടുന്ന പിന്നെ മൊത്തം 100 മരം വെട്ടിയാൽ ഒരു ദിവസത്തെ ടാപ്പിങ് കിട്ടുന്നത് ഉടമയ്ക്ക് 3,000 രൂപയും തൊഴിലാളിക്ക് അല്ലെങ്കിൽ പങ്കാളിക്ക് 2,000 രൂപയും ശരാശരി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഞാനവിടെ അന്ന് പറഞ്ഞില്ലേ, ഒരു തൊഴിലാളിക്ക് നമുക്ക് ഒരു വർഷത്തിന് ഒരു കാർ മേടിക്കാവുന്നു. ഒരു വെറും സാധാരണക്കാരനായ ഒരു സ്വയം ടാപ്പ് ചെയ്യുന്ന ഒരു സാധാരണക്കാരനായിട്ട് കർഷകനെ, റബ്ബർ കർഷകനെ ഇപ്പം ഇപ്പോഴത്തെ വില അനുസരിച്ചും സാമ്പത്തിക വിലവനുസരിച്ച് ഒരു കാർ മേടിക്കാനൊന്നുമുള്ള സാമ്പത്തികമില്ല. പക്ഷെ ഒരു 6 മാസത്തിനകം കാർ മേടിക്കും. മുതലാളിക്കാണെങ്കിൽ കോടീശ്വരനാണെങ്കിൽ പോലും ശതകോടീശ്വരനാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇത് മുഴുവൻ പിന്നെ കമ്പോളത്തോടെ കളഞ്ഞില്ല. ഇന്ന് ഉൽപ്പന്നങ്ങളായിട്ടും വസ്തുക്കളായിട്ടും മനുഷ്യന്റെ ക്രയശേഷി വർദ്ധിക്കുകയാണ്.
അത് ഈ റബ്ബറുമായിട്ട് ബന്ധപ്പെടാത്ത കേസുകളിൽ പോലും പിന്നെ വ്യവസായങ്ങളും വാണിജ്യവും കച്ചവടം വന്നുകൊണ്ട് വർദ്ധിക്കുകയാണ്. അതനുസരിച്ച് ഗവൺമെന്റ് ഖജനാവിലേക്ക് നികുതി ഇനത്തിലും പിന്നെ പണം വന്നു നിറയുകയാണ്. അങ്ങനെയാണ് സാമ്പത്തിക പിന്നെ മേൽക്കൈ പിന്നെ സാമ്പത്തിക പിന്നെ വർധനവ് ഉണ്ടാകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മുഴുവൻ ഉൾക്കൊള്ളാൻ സാധിക്കില്ല, ഏതാണ്ട് ശരിയല്ലേ? പറഞ്ഞു തൊഴിലാളിക്ക് കാറ് മേടിക്കാവുന്ന വെറും സാധാരണക്കാരനായ പിന്നെ ചെറുകിട കർഷകർക്ക് എല്ലാം കാറ് മേടിക്കാം. അല്ല അവരൊക്കെ പിന്നെ മുതലാളിയാവും, മറ്റേ തൊഴിലാളി സാധാരണക്കാരനാകും. ഇപ്പോഴത്തെ മുതലാളി കോടീശ്വരനാവുന്നൊക്കെ പറഞ്ഞിട്ട് കാര്യം ഇതാണ്. അപ്പൊ ഞാനിപ്പം ഏർപ്പെട്ടിരിക്കുന്ന മരത്തിന്റെ തോട്ടത്തിന്റെ കാര്യം പറഞ്ഞ അദ്ദേഹത്തിന് പിന്നെ കാര്യമായിട്ട് ആ തോട്ടത്തിന് ഒന്നും കിട്ടാതെ കിടക്കുകയായിരുന്നു. ഞാൻ ഇങ്ങനെ എടുത്തിരിക്കുന്ന 10 പിന്നെ 50, 40, 10 അനുപാതത്തിൽ എടുത്തിരിക്കുകയാണ്. പക്ഷെ ഞാനതിന് മേൽനോട്ടം വായിക്കണം. ദിവസം പോയി ഇവരെ യൂണിറ്റ് ടാപ്പിക്കൊന്നും അറിയത്തില്ലാത്ത ആൾക്കാരാണ് ഇത് ടാപ്പ് ചെയ്യുന്നത്. അവരെ പഠിപ്പിക്കുന്നതിന് മേൽനോട്ടം എല്ലാം വായിക്കണം. പിന്നെ റെയിൻകാർഡ് മറ്റേ ചില കുറെ തെളിവുകളൊക്കെ എൻ്റെ പിന്നെ പങ്കായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അധികം താമസിക്കാതെ ഇപ്പം മാർച്ച് തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്, അവന്ന് കണ്ട് ബോധ്യപ്പെടാം ഈ പറഞ്ഞ പോലെ ശരിയാവുന്നുണ്ടോ. നമുക്കറിയാം ഈ കേരളത്തിൽ തന്നെ നമ്മുടെ ഭക്ഷ്യമന്ത്രിയാണെന്ന് പറയുന്നത് പിന്നെ ലോകബാങ്കിന്റെ എയ്ഡ്സിലെ സഹായത്തോടെ 225 കോടി രൂപ നമുക്ക് കേരളത്തിന് കുറഞ്ഞ പലിശയ്ക്ക് അനുവദിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഈ റബ്ബറിനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് 30,000 ഹെക്ടർ റബ്ബർ തോട്ടങ്ങൾ വെറുതെ കിടക്കുകയാണ്. കാലാവധി കഴിഞ്ഞ് ടാപ്പിംഗ് കാലാവധി കഴിഞ്ഞ്, അതായത് 25, 30, 35 വർഷമൊക്കെ പ്രായമായ മരങ്ങൾ ഇങ്ങനെ വെറുതെ നിൽക്കുകയാണ്. അതെല്ലാം റീപ്ലാന്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. എന്നെല്ലാം നിങ്ങളൊക്കെ പേപ്പറിക്കേണ്ട കാണിക്കും. ഞാൻ പറയുന്ന 30,000 ഹെക്ടർ സ്ഥലത്ത് ചിലപ്പം കുറച്ച് മരങ്ങളൊക്കെ വെട്ടി കുളവാക്കി പിന്നെ പുനരുദ്ധരിക്കാൻ പറ്റാത്ത രീതിയിലാക്കിയ മരങ്ങളൊന്നും കാണുമായിരിക്കും. അതിനെ മേടിച്ചാൽ പോലും 10-25,000 ഹെക്ടറിലുള്ള മരങ്ങളെ നമുക്ക് വീണ്ടും യൂണിറ്റ് ടാപ്പിങ്ങിലൂടെ ഈ പറഞ്ഞ പോലെ വരുമാനം വർദ്ധിക്കാൻ സാധിക്കും. അപ്പം നോക്കണേ, എത്ര ലക്ഷം തൊഴിലവസരങ്ങളാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഞാൻ മുമ്പേ അത് പറഞ്ഞതാണ്. ഇപ്പോഴത്തെ ഒരു തൊഴിലാളിക്ക് കൊടുക്കുന്ന പിന്നെ മരത്തിന്റെ എണ്ണം ഒരു ദിവസം ടാപ്പ് ചെയ്യേണ്ടത് 300 മരം. ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് 300 മരമാണ്. മിക്ക തോട്ടങ്ങളിലും 3-ാം ദിവസമാണ് ടാപ്പിങ്. അപ്പോൾ ഒരു തൊഴിലാളി കൊടുക്കുന്ന 900 മരം. അപ്പൊ നീണ്ട ടാപ്പിങ്ങിലേക്ക് വന്നപ്പോൾ 300 മരം മതി ഒരു തൊഴിലാളിക്ക്. 100 മരം മറ്റേ ദിവസം വെട്ടിയാൽ മതി. അപ്പം 300 മരം വെട്ടുമ്പം അവർക്ക് ദിവസവും വെട്ടാനുള്ള, ആഴ്ചയിൽ 6 വെട്ട് വെട്ടാനുള്ള മരമായി. അപ്പം 900 മരം ഒരു തൊഴിലാളിയുടെ താഴത്ത് 2 തൊഴിലാളികളോട് നമുക്ക് അവിടെ പിന്നെ ഏർപ്പെടുത്താൻ പറ്റും. അതിന്റെ ഫലമായിട്ട് എന്താ, ഈ മുതലാളിക്ക് അല്ലെങ്കിൽ ഉടമയ്ക്ക് 3 തൊഴിലാളിയിൽ നിന്നുള്ള ആദായമാണ് ലഭിക്കുന്നത്. അതിന്റെ വർധന നമുക്ക് കണക്കൂട്ടിയാൽ കൃത്യമായിട്ട് പറയാൻ പറ്റും. അത്രമാത്രം വർധനമുണ്ടാകും. അതിപ്പോൾ മരത്തിൻ്റെയും ഒക്കെ ആശ്രയിച്ചിരിക്കും, പിന്നെ പ്രായം, ഇനം ഇതിനൊക്കെ ആശ്രയിച്ചിരിക്കും. എങ്കിൽ പോലും ഒരു നിലവിൽ കിട്ടുന്നതിൻ്റെ ഒരു 4-5 മടങ്ങ് ആദായമെങ്കിലും ഉടമയ്ക്ക് കിട്ടാൻ തുടങ്ങും. തൊഴിലാളിക്കാണെങ്കിൽ ഒരാൾക്ക് പിന്നെ 3 തൊഴിലാളിക്കും ഓരോരുത്തർക്കും ഒരു ദിവസം ഒരു 2,000 രൂപ വെച്ച് വിഹിതം കിട്ടാൻ തുടങ്ങും. പിന്നെ 10-6-4 അനുപാതത്തിലാണ് ഇപ്പോൾ വിഹിതം കിട്ടാൻ തുടങ്ങുന്നത്. അതിപ്പം കൃത്യമായ ഒരു കണക്ക് പറയാനൊക്കെ അല്ല. അത് കൂടിയും കുറഞ്ഞിരിക്കും. റബ്ബർ വില കൂടുന്നതിനനുസരിച്ച് കുറയുന്നതിനനുസരിച്ച് പാലിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് എല്ലാ സീസണിലും ഒരുപോലെ പാലല്ലല്ലോ. അങ്ങനെയൊക്കെ വരുമ്പോൾ വ്യത്യാസം വരും. അപ്പം ഒരു ഏകദേശ കണക്കാണ് ഞാൻ പറയുന്നത്.
ഇതുപോലെ ഈ കേരളം മുഴുവൻ അങ്ങോട്ട് വ്യാപിച്ചു കഴിഞ്ഞാലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതിൻ്റെ പിന്നെ സാമ്പത്തിക നേട്ടം ഈ റബ്ബർ മരങ്ങളെല്ലാം പണമരങ്ങളായി മാറുകയാണ്. ഞാൻ നേരത്തെ ഒരു സൂചിപ്പിച്ചിട്ടുള്ള എനിക്ക് നിനക്കൊരു സുഹൃത്തുക്കളെ തമ്മിൽ സംസാരിച്ചപ്പോൾ ഒരുവൻ മറ്റൊരാളിനോട് ചോദിച്ചു, നിനക്കൊരു കാറ് മേടിച്ചുകൂടെ എന്ന് ചോദിച്ചു. മോട്ടോർ സൈക്കിളെ നടക്കുന്നുണ്ട്. അപ്പം അതിന് മന്ത്രിയായിട്ട് അയാൾ പറഞ്ഞു, എൻ്റെ പറമ്പിലെ പണം കായ്ക്കുന്ന മരങ്ങളൊന്നും ഇല്ലെന്ന്, ഉരുത്തിയ പണം വീഴുന്ന മരങ്ങളൊന്നും, അതിനെ പണമരം എന്ന് പറയുന്നത്. ഈ റബ്ബർ മരങ്ങളൊക്കെ പണമരമായിട്ട് മരമായിട്ട് ഞാൻ ഒരിക്കൽ പറഞ്ഞു പശുമരം എന്ന് പറഞ്ഞു. അതിനേക്കാൾ ചോദിച്ച വാക്ക് എനിക്ക് തോന്നുന്നു ഈ പണമരം എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ അന്യം നിന്ന് പോകുന്ന ഈ അല്ലെങ്കിൽ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ഈ റബ്ബർ മരത്തെ പുനരുദ്ധരിക്കാനുള്ള ഏക മാർഗമായിട്ട് ഞാൻ കാണുന്നത് ഈ ഞെടി ടാപ്പിംഗാണ്. അതുകൊണ്ട് ഞാൻ ഇത് ഒക്കെ പറയുന്നത് വെറും പിന്നെ ഒരു സുപ്രഭാതത്തിലോ സ്വപ്നത്തിലോ ഒന്നും കണ്ട കാര്യങ്ങളൊന്നും അല്ല. നോക്കണേ, ഞാൻ എൻ്റെ ആദ്യ വീഡിയോയിൽ ഇപ്പം ഈ വീഡിയോകളെല്ലാം ഇറക്കാൻ തുടങ്ങിയിട്ട് 1.5 വർഷത്തോളമായി. ആദ്യ വീഡിയോ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ഇതെല്ലാം അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പെട്ടെന്ന് 70 വർഷത്തെ പരീക്ഷ നിരീക്ഷണത്തിൻ്റെ ഫലമായിട്ടാണ്. ലോകത്തിലെ റബ്ബർ മേഖലയിലെ 70 വർഷം പിന്നെ റിസർച്ച് നടത്തിയ ആൾക്കാർ പിന്നെ ഏത് ശാസ്ത്രത്തിനുണ്ട്? റബ്ബർ ബോർഡിൽ ആരെങ്കിലും ഉണ്ട്? അതുകൊണ്ട് എന്നാൽ ചോദിക്കും, നിങ്ങൾക്ക് വല്ല അംഗീകാരമോ അവാർഡോ വല്ലതും കിട്ടിയിട്ടുണ്ടോ? എനിക്ക് മറുപടി പറയാനുള്ളത് കോടാലി കിട്ടിയിട്ടുണ്ട്. കോടാലി കിട്ടിയതെന്ന് പറഞ്ഞാൽ അതിന് 2 അർത്ഥമുണ്ട്. നെഗറ്റീവായിട്ടുള്ളൊരു അർത്ഥമുണ്ട്, അത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ പോസിറ്റീവായൊരു അർത്ഥമുണ്ട്. ഈ ചിങ്ങവന്നിന് കർഷക ദിനത്തില് എനിക്ക് തൂമ്പ, വാക്കത്തി ഒക്കെ കിട്ടിയിട്ടുണ്ട് പാടായിട്ട്. പിന്നെ ഈ പുതപ്പ് ഏതാണെങ്കിൽ എന്നാ നാടെ ഇങ്ങനെ നാടെ അനുഭവിക്കുന്ന ഒരു ഏർപ്പാടുകൊണ്ടല്ലോ, അതൊക്കെയാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇതൊക്കെയാണ് ആ സ്ഥിതിയെ. ഞാനിപ്പോൾ പറഞ്ഞാൽ എനിക്ക് ഒത്തിരി പേരൊക്കെ കിട്ടിയിട്ടുണ്ട്. വട്ടൻ, കിറുക്കൻ. അതുപോലെ തന്നെ ഞാൻ നിങ്ങളെ കാണിച്ച റബ്ബർ ബോർഡിൻ്റെ ആ റബ്ബർ മാസികയിൽ എഴുതിയിരിക്കുന്നത് എന്താ, ഡാഷ് 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 എന്നാണ്. എൻ്റെ പേര് പോലും അവർ എഴുതുന്നത്. എൻ്റെ പേര് ഡാഷ് എന്നാണ്. അതുപോലെ 1-2 മാധ്യമങ്ങളുടെ പത്രങ്ങളിലെ ഞാൻ കണ്ടു അവിടെ കൊടുക്കുന്നത് റബ്ബർ കർഷകർ വഞ്ചിത സൂക്ഷിക്കണം, നേടി ടാപ്പ് ചെയ്ത്. അപ്പം ഞാൻ വഞ്ചകനല്ലേ? നേടി ടാപ്പിംഗ് ഉണ്ടാക്കി ഞാനല്ലേ? അപ്പം ഉണ്ടാക്കിയത് വഞ്ചകനല്ലേ? അങ്ങനെയുള്ള അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിലൊന്നും ഞാൻ നിരാശനൊന്നുമല്ല. നമ്മുടെ ലോകം നമ്മുടെ നാട് ആയുധമുള്ളതാണ്. എങ്കിലും ഞാൻ മുന്നോട്ട് തന്നെയാണ് ഇതുവരെ പോയിക്കൊണ്ടിരിക്കുന്നത്. നാളെ അങ്ങനെ തന്നെ ആണെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം ഇതാണ്. വന്ന വഴി തെറ്റിയൊന്നും എനിക്കറിയത്തില്ല. ഈ സാധാരണക്കാരൻ പറഞ്ഞാൽ അംഗീകരിക്കുകയല്ല. അതുകൊണ്ട് കൂടിയാണ് എൻ്റെ ഈ നെറ്റ് ടാപ്പിംഗ് ഇതുപോലെ വ്യാപിക്കാതെ. അതിൻ്റെ കൂടെ ഈ റബ്ബർ ബോർഡ്, പത്രങ്ങൾ ഇതെല്ലാം കൂടി എല്ലായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യും? ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടോന്ന് അറിയത്തില്ല. കരുവാരുമുണ്ട്, മലപ്പുറം ജില്ല കേട്ടോ. അവിടെ ഞാൻ മലപ്പുറം മേഖലയിലൊക്കെ കുറേ ക്ലാസ്സുകളെല്ലാം എടുത്തിട്ടുണ്ട്. ധാരാളം പേരൊക്കെ വന്നിട്ടുണ്ട്. അവിടെ എനിക്ക് കണ്ടത്തിൽ വിജയിപ്പിക്കാൻ സാധിച്ചില്ല. കാര്യം വെച്ചാൽ അതുപോലെ ആള് കൂടുമായിരുന്നു. ആള് കൂട്ടിയാൽ എനിക്ക് കാര്യമായിട്ടൊന്നും കിട്ടിയായിരുന്നു. ഒരു ടീമ് അതെല്ലാം സ്പോൺസർ ചെയ്തതിനെ വിളിച്ച നിശ്ചിത ഏതാണ്ട് 10,000 രൂപ, അത് 12,000 രൂപ വരെ കിട്ടിയിട്ടുണ്ട്. തരാം. ബാക്കി മുഴുവൻ 500 രൂപ വെച്ച് അവർ എടുക്കും ഓരോന്നിൽ നിന്നും എന്ന കണ്ടീഷനായിരുന്നു. അപ്പം അതിനുള്ള സൗകര്യങ്ങളെല്ലാം അവർ ഒഴുക്കും. ഹാള്, അതുപോലെ തന്നെ പരസ്യമെല്ലാം അവർ നടത്തിക്കൊണ്ടിരിക്കും. ധ്യാനം. അപ്പൊ ഇങ്ങനെ പോയി കരുവായ കൊണ്ടിരുത്തി.
അപ്പം നേരത്തെ സൂര്യനെത്തി അവിടെ എന്തോ ഇച്ചിരി പ്രശ്നമാണ്. അവിടെ ഒരു പത്രമാണ് അതിനകത്ത് പ്രധാനമായിട്ട് കളിച്ചത്. അതിനകത്ത് ഒരു പേടി ന്യൂസ് വന്നു. ഈ തലപ്പുഴ കക്ഷികളെ പണം കൊടുത്ത് അത് ഇട്ടു. ഇത് വഞ്ചനയാണ്, 50 ലക്ഷം രൂപ കർഷകരിൽ നിന്ന് ഇയാൾ പിഴിഞ്ഞെടുത്തെന്നൊക്കെ പറഞ്ഞുള്ള ആരോപണമൊക്കെ ആയിട്ട് അതിൻ്റെ അകത്ത് വന്നു. അത് ഈ തലപ്പുഴ കക്ഷികളെ അവിടെ ഒരു ഏതാനും ആൾക്കാരെ പരാതി ആയിട്ട് വന്നിരിക്കുകയാണ്. അവരാണ് ഇത് അവിടെ പ്രചരിപ്പിച്ചത്. ഈ പത്രവും അതിൻ്റെ അലകുല പോലെ അതിൻ്റെ കട്ട് എല്ലാവരും എടുത്ത് വിതരണം ചെയ്തു. അപ്പം ഞാൻ അവിടെ ചെന്ന് പ്രശ്നമാണല്ലോ എന്ന് കണ്ട്, അപ്പം അതിൻ്റെ നടത്തിപ്പുകാരെ അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ ഇത് കൈകാര്യം ചെയ്യുന്ന അതിൻ്റെ ആൾക്കാരെ വിളിച്ചു നോക്കി എന്തായാലേ. അവർക്കൊന്നും അത് ഒന്നും പറയുന്നില്ല. അവർക്ക് തന്നെ ഒരു പരിഹാരമാർഗം പറയാനില്ല. ചിലപ്പം പ്രശ്നമാകുമെന്നുള്ള അവർക്കും സ്വതമുണ്ട്. അതിനടുത്ത് തന്നെയായിരുന്നു പോലീസ് സ്റ്റേഷൻ. ഞാൻ അവരിൽ ഒരാളെ വിളിച്ചോണ്ട് പോയി പോലീസ് സ്റ്റേഷനിൽ ചെന്നു. അപ്പം അവിടുത്തെ SI പറഞ്ഞു തന്നെ നോക്കിയിരിക്കുകയായിരുന്നു, അത് അങ്ങോട്ട് അല്ലാതെ തന്നെ ഇങ്ങോട്ട് വന്നൊരു പിന്നെ സഹായമായി എന്നെല്ലാം പറഞ്ഞ് നമ്മളെ ഒരുമാതിരി മോശമായ രീതിയിൽ സംസാരിക്കാനും ഒക്കെ തുടങ്ങി. ഞാനും വിട്ടില്ല. ഞാൻ പറഞ്ഞു ഇത് നിയമവിരുദ്ധമാണെന്നെടുക്കില്ലേ സാറെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക, ഞാൻ ഇപ്പം തന്നെ നിർത്തിയേക്കാം. ഏത് വകുപ്പിലാണ് ഞാൻ കണ്ടുപിടിച്ച ഒരു വിദ്യ. ഇവിടെ കുറേ ആൾക്കാർ കൂടിയിട്ടുണ്ട്, അവർക്ക് പഠിക്കണമെന്നുണ്ട്. അവർക്ക് അത് പറഞ്ഞു കൊടുക്കാൻ ഇത് പിന്നെ ഇത് ഭീകരപ്രവർത്തനത്തിനുള്ള ഒരു പിന്നെ ഒന്നുമല്ല. ഇത് അറിവ് പകർന്നു കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ ഉദ്ദേശം. അത് ആർക്കാണ് അതിനകത്ത് ഏത് കാര്യത്തിലാണ് അതിന് നിയമവിരുദ്ധമായിട്ടുള്ളത് എന്നൊക്കെ ഞാൻ ചോദിച്ചു. അതിന് പ്രകാരം പുള്ളി അദ്ദേഹം മുകളിലോട്ടൊക്കെ വിളിച്ച് ചോദിച്ചു. അവരൊന്നും ഇതിന് നോന്ന് പറഞ്ഞില്ല എന്നുള്ളതാണ് അറിവ്. പിന്നെ പറഞ്ഞൊരു 1.5 മണിക്കൂറോളം പോലീസ് സ്റ്റേഷനും മുറ്റത്തുമൊക്കെ ആയിട്ട് പറഞ്ഞ് ഒടുവിൽ ഞാൻ പറഞ്ഞു, സാറേ ഇവിടെ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടും അവരുടെ കുത്തിത്തിരിപ്പും പ്രചാരണമൊക്കെ കൂടി പലർക്കും ഇവിടെ ഒരു സംശയം വന്നിട്ടുണ്ട്. ഇത് വെറും തട്ടിപ്പാണ്, വെട്ടിപ്പാണ് എന്നൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ആർക്കും പിന്നെ സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അവരിൽ നിന്ന് മേടിച്ച 500 രൂപ തിരിച്ചു കൊടുത്തുകൊള്ളുക. ഇവിടെ അന്യ ജില്ലകളിൽ നിന്ന് പോലും അതിരാവിലെ അല്ല തലേ ദിവസമൊക്കെ വന്ന് ഇവിടെ വന്നുകൊണ്ട് ഈ വിശേഷപ്പെട്ട വിദ്യ പഠിക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെയൊക്കെ നിരാശരാക്കാൻ മടക്കി വിടുന്നത് ശരിയാണോ? താല്പര്യമുള്ളവർ പഠിക്കാൻ അനുവദിക്കുകയല്ലേ വേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് SIക്ക് ഉത്തരവില്ലായിരുന്നു. അപ്പം പരാതിക്കാരോട് ചോദിച്ചു, നിങ്ങളെന്താ പറയുന്നത്? അവർക്കും ഉത്തരവില്ലായിരുന്നു. ശരി, അങ്ങനെ തന്നെ ചെയ്തിട്ടെന്ന് വിചാരിച്ച് ആ പ്രശ്നം അവിടെ അവസാനിപ്പിക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾ ഈ പറഞ്ഞ പോലെ 30 പേരെ മറ്റോ 500 രൂപ വെച്ച് തിരിച്ച് മേടിക്കൊണ്ട് പോയി. ബാക്കി 190 പേരുണ്ടായിരുന്നു. അവർ വെച്ച് ക്ലാസ് തുടർന്നുകൊണ്ടിരുന്നപ്പം ഇതാണ്ട് ഒരു 10-15 പേരെ ഇടിച്ചു കയറി വന്നിരിക്കും ഗുണ്ടായസം പോലെ. ഇവിടെ ഒരാളെ പിന്നെ ക്ലാസ് നടത്താൻ അവസരിപ്പിക്കുകയല്ല, ഇവൻ വേണേ പൊക്കോ എന്ന രീതിയിലൊക്കെ ഉള്ള ആക്രോശങ്ങളും മട്ടവാസങ്ങളൊക്കെ രീതിയിലായിട്ട് ഇങ്ങനെ മുന്നോട്ട് കയറി. എന്തായാലും കൊള്ളാം, ആ ക്ലാസ്സിന് വന്ന ആൾക്കാർ തന്നെ അവരെ നേരിട്ടു. ഞാനൊന്നും പറഞ്ഞില്ല. എന്നെ ആക്രമിക്കാനെന്നാണ് ഒരാളിങ്ങനെ ഓടി അടുക്കുകയൊക്കെ ചെയ്തു. അവരെയും വഴക്കിട്ട് പിടിക്കും, തിരിച്ചെടുക്കും. നിങ്ങൾക്കും ജീവൻ വേണേ പൊക്കും, അല്ലെങ്കിൽ ഇപ്പം ഞങ്ങൾ കാണിക്കാന്ന് പറഞ്ഞ് ഇവര് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 10-200 പേരുടെ അടുത്തില്ലേ. മുന്തിത്തള്ളി പിന്നെ കഥ തുറന്ന കുറ്റിയിട്ട ശേഷമാണ് എന്നെ ക്ലാസ് നടത്തിയത്. ഞാൻ പറഞ്ഞു വന്ന വസ്തുതയാണ്, ഞാന് ആരാണ് നിങ്ങളറിയാമല്ലോ. പിന്നെ ഇവിടെ കമ്പ്യൂട്ടർ വന്നപ്പോഴേ എന്തൊരു ബഹളമായിരുന്നു, JCB വന്നപ്പോൾ എന്തൊരു ബഹളമായിരുന്നു. ഞാൻ കല്ലെറിയുകയും ബഹളം എല്ലാം കാണിച്ചു. അവരൊക്കെ വലിയ സ്ഥാപനങ്ങളാണ്. കമ്പ്യൂട്ടർ JCBയുടെ ആ കമ്പനിയൊക്കെ വലിയ സ്ഥാപനങ്ങളാണ്.
അവർക്ക് അതിനെയൊക്കെ നേരിടാനുള്ള കഴിവുണ്ട്, സാമ്പത്തികമായിട്ടും അല്ലാതെ എല്ലാം കഴിവുണ്ട്. എനിക്കെന്താ ആ തരത്തിലേക്ക് എന്താണ് കഴിവ്? ഇവിടെ എനിക്ക് എത്രയേറെ ശത്രുക്കളാണ്. ഒന്നാം റബ്ബർ ബോർഡ്, 2 പത്രങ്ങൾ, 3 പിന്നെ ഈ പറഞ്ഞതുപോലെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പിന്നെ യൂണിയനിലെ ആൾക്കാർ, തടിവെട്ട് യൂണിയനിലെ ഒത്തിരി തൊഴിലാളികളുണ്ടല്ലോ, അവരാൾക്കാര്, തടിവെട്ട് ബിസിനസ്സുകാർ, കച്ചവടക്കാർ, പിന്നെ തൊഴിലാളികളെല്ലാം പിന്നെ അവിടെ ചാക്കിട്ട് അവരെ പിന്തിരിപ്പിച്ച് അവരെ പറഞ്ഞു മണിക്ക് നിങ്ങളുടെ പിന്നെ തൊഴിലാണ് നഷ്ടപ്പെടും. അവിടുത്തെ ഒരു രീതി, മലബാർ സൈഡിലെ ഒരു രീതി എന്ന് വെച്ചാൽ 100 മരം, 200 മരം, 150 മരം, 300 മരമൊക്കെ ഉള്ളവരെ പിന്നെ ഉടമയ്ക്ക് വെട്ടാൻ അറിയത്തില്ല. അതിന് ഒരു തൊഴിലാളിയെ വെക്കും. ആ തൊഴിലാളി 1000 മരം വരെ വെട്ടുമെന്നാണ് പറയുന്നത്. ഒരു 2 മണി, 3 മണി, 4 മണിക്ക് നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഓരോ പറമ്പും കയറി ഇറങ്ങിയാണെങ്കിൽ വെട്ടിയിറങ്ങി പോകും. വേറെ പണിയൊന്നുമില്ല. അപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ കർഷകരെല്ലാം ഈ നേരിട്ടാകും മേടിച്ചാൽ നിങ്ങളെല്ലാം പുറത്താക്കും, നിങ്ങളെ തൊഴിൽ നഷ്ടപ്പെടും എന്നെല്ലാം പറഞ്ഞ് അവരെ ഇളക്കി. ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം അഭിമുഖീകരിക്കാനെന്നുള്ള കഴിവ് എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, പിന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ അധികം ആരുമില്ലെന്ന് തന്നെ പറയാം. ഞാൻ പിന്നെ നമ്മുടെ കമ്പനിയായിട്ട് യോജിച്ചു പോകാൻ ബുദ്ധിമുട്ടുള്ള കാര്യം കൂടെ ഉണ്ടായിരുന്നു. അവരിൽ നിന്നുള്ള ബന്ധമുണ്ട്. പിന്നെ എഗ്രിമെന്റ് പ്രകാരം 1-2 ക്ലാസ്സുകൾ അവിടെ നടത്തിയിട്ടുള്ളൂ മലബാർ സൈഡിൽ. പിന്നെ നേരിട്ട് എന്നെ ആവശ്യപ്പെട്ടതനുസരിച്ച് അതും ഏർപ്പാടായ 1-2 ക്ലാസ്സുകൾ കൂടെ എടുത്തുള്ളൂ. പിന്നെ ആ പരിപാടി എല്ലാം പിന്നെ ഈ പോയുള്ള ഈ ക്ലാസ് എടുത്തതൊക്കെ നിർത്തി. അന്നേരത്തെ കാര്യങ്ങൾ നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് കോവിഡ് ആരംഭിച്ചു. അപ്പോൾ പിന്നെ എൻ്റെ മിറക്കല്ലാണ്ടി പോലും ആ ക്ലാസ് നിലച്ചു. കാര്യം വെച്ചാൽ കോവിഡ് കാരണത്തെ എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്, എവിടെ നിന്നെല്ലാം ആണ് ആൾക്കാർ വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ നീണ്ടുപോയെന്ന് എനിക്ക് തോന്നുന്നു. ഒത്തിരി എതിർപ്പിനെ അത് നേരിട്ടുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. അതിൻ്റെ പിന്നിലെ ലക്ഷ്യം ഇതിനൊരു, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, സത്യത്തിൻ്റെ നിറം കറുപ്പാണ്. അതിൻ്റെ സത്യത്തിൻ്റെ രുചി കയ്പാണ്, ഫലം വെളിച്ചമാണ്. ഈ നമ്മുടെ നാട് പ്രകാശമാനമാക്കാൻ എൻ്റെ നേടി ടാപ്പിങ് വളരെയേറെ ഉതകുമെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. അതിൻ്റെ പേരിലൊക്കെയാണ് ഞാൻ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് കോവിഡിന് ശേഷം ഞാൻ എനിക്കും 2-3 പ്രാവശ്യം എന്ന പോലെ കോവിഡ് ബാധിച്ചു. പക്ഷേ ചികിത്സയ്ക്കൊന്നും ഞാൻ പിന്നെ ഒന്നും പോയില്ല. അതിൻ്റെ ക്ഷീണം ഇപ്പോഴും ഉണ്ടെന്നാണ് എൻ്റെ തോന്നല്. പക്ഷേ ഈ കോവിഡിൻ്റെ കാലത്തും അതിനോടനുബന്ധിച്ചെല്ലാം ഞാൻ ചുമ്മാതിരുന്നില്ല. എൻ്റെ ഗവേഷണങ്ങളൊക്കെ ഞാൻ മുന്നോട്ട് പോയിരിക്കുന്നു. റബ്ബർ മേഖലയിലും മറ്റു മേഖലയിലെല്ലാം എൻ്റെ ഗവേഷണങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കോവിഡിന് മുമ്പ് ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾ ഒറ്റപ്പെട്ടയിൽ നീട്ടിട്ടാപ്പ് ചെയ്യുക എന്നാണ്. ഒറ്റപ്പെട്ടയിൽ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു മരത്തുപട്ടയിൽ തന്നെ, ഇപ്പം നിലവിലുള്ള ഞങ്ങൾക്ക് ഒരു മരത്തുപട്ടയാണല്ലോ പോകുന്നത് 18 ആ പട്ടയം തിരിയാനാണ് ഈ കോവിഡിന് മുമ്പ് ഞാൻ പഠിപ്പിച്ചത്, ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ചത്. ഈ കോവിഡ് കാലത്തെ ഈ ഗവേഷണമൊക്കെ കഴിഞ്ഞ് എൻ്റെ മരത്തിലൊക്കെ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പിന്നെ പഠന രീതികളൊക്കെ മാറ്റി. അപ്പം ഞാൻ ഇപ്പം പറയുന്നത് എന്താണെന്നോ, നിങ്ങൾ കർഷകർ തീരുമാനിക്കുക നിങ്ങൾ എത്ര പട്ടയിടണമെന്ന്. ഒരു പശു കർഷകനെ പിന്നെ കറവ പശുവിൻ്റെ എത്ര മുറ കറക്കണമെന്നും കർഷകനല്ലേ തീരുമാനിക്കേണ്ടത്. അപ്പം പിന്നെ 8 ലിറ്റർ കിട്ടുന്ന ഒരു പശു ആണെങ്കിൽ ഒരു മുല കറന്നാൽ 2 ലിറ്റർ കിട്ടും. 2 മുല കറന്നാൽ 4 ലിറ്റർ കിട്ടും. 3 മുല കറന്നാൽ 6 ലിറ്റർ കിട്ടും. 4 മുലയും കറന്നാൽ 8 ലിറ്റർ കിട്ടും. ശരിയല്ലേ? നിങ്ങൾ തലേദിവസം അതുപോലെ 10 കിലോ ഓക്ക് കൊടുത്താൽ പോലും ഒരു മുല കറന്നാൽ 2 ലിറ്റർ കിട്ടുള്ളൂ. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇപ്പം പഠിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ തീരുമാനിക്കണം നിങ്ങൾക്ക് എത്ര പാല് കിട്ടണമെന്ന്.
അല്ല എത്ര ആദായം കിട്ടണമെന്ന്. 4 മലയും കിട്ടുന്ന മുഴുവൻ നമുക്ക് പാൽ പിന്നെ രോഗം നടത്തുന്ന ചോർത്തിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇപ്പോഴത്തെ പഠന രീതി എന്ന് പറഞ്ഞാൽ 4 മൂലയും കടന്നുള്ള അല്ല 4 പട്ടയും പറ്റിയുള്ള, അതായത് 4 പട്ടയം നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു വശത്തെ ഒരു മലത്ത് കൊട്ട, അതിന്റെ മുകളിലോട്ടുള്ള ഒരു കമത്ത് കൊട്ട, മറുവശത്തും ഒരു കമത്തും മലത്തും, അങ്ങനെ 4 പട്ട. 4 പട്ടയം പറ്റണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു മരത്തിൽ നമുക്ക് പിന്നെ ഒരു ഷീറ്റ് എന്ന രീതിയിൽ നിലവിലത്തെ സാഹചര്യത്തിൽ പോലും കിട്ടാനുള്ള സാധ്യതയിലേക്ക് വരികയാണ്. അതെല്ലാം എൻ്റെ കഴിഞ്ഞ വീടുകളിൽ ഞാൻ പറയുന്നുണ്ട്, നിങ്ങളതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ നെഡിറ്റ് ടാപ്പിംഗ് എന്ന് പറയുന്നത് നിസ്സാരമായിട്ട് നിങ്ങൾ കാണരുത്. എല്ലാ അർത്ഥത്തിലും നമ്മുടെ കേരളത്തെ വളരെയേറെ സാമ്പത്തികമായ മുന്നിലേക്ക് ഉയർത്താൻ പര്യാപ്തമായ ഒരു വിളയാണ് നമ്മുടെ റബ്ബർ. പിന്നെ കാമധേനു എന്ന് പറഞ്ഞാലോ അല്ലെ കൽപ്പവൃക്ഷം എന്ന് പറഞ്ഞാലോ ഒന്നും തെറ്റുവരികയില്ല. നമ്മുടെ കൽപ്പവൃക്ഷം തെങ്ങിനിപ്പം പിന്നെ സ്ഥാനത്തെല്ലാം ഉണ്ടായിരിക്കുകയാണ്. അതിൻ്റെ പ്രധാന കാരണം കാറ്റുകേടെന്ന് പറഞ്ഞൊരു പ്രത്യേക രോഗമാണ്. അങ്ങനെ പല രോഗങ്ങളുമുണ്ട്. ഈ കാറ്റുകേടിനെ ഇവിടുത്തെ വാലുള്ളവരെല്ലാം കൂടെ ഇത്ര കാലം അതിന് പരിഹാരം കണ്ടതായിട്ട് എനിക്ക് അറിയില്ല. പക്ഷെ എൻ്റെ കയ്യിൽ പരിഹാരമുണ്ട്. ഞാൻ ഉൽപ്പാദിപ്പിച്ച സോഫ്റ്റ് എന്ന ഒരു വളം ചെയ്താൽ ഈ കാറ്റുകാട് മാറിക്കിട്ടും അതായിട്ട്. ഇത് പ്രയോഗിച്ച കർഷകർ എന്നോട് സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. അതുപോലെ എല്ലാ കൃഷികളും വളരെ, പക്ഷെ അതെല്ലാം ഇങ്ങനെ നിലച്ച മട്ടിലിങ്ങനെ നിൽക്കുകയാണ്. ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒന്നിനും പുറകോട്ട് പോകാൻ തൽക്കാലം ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ പരിമിതിയുള്ള ആളാണ് മനുഷ്യൻ. ആ ബോധ്യം എനിക്കുമുണ്ട്. നമ്മുടെ പരിധിക്ക് അപ്പുറത്ത് ഒന്നും പ്രവർത്തിക്കാൻ പറ്റുകയില്ല. പ്രായമായി രോഗമായി അതൊക്കെ നമ്മളെ അലട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ആ പരിമിതിക്കുള്ളിൽ നിന്ന് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിഷയത്തിൽ നിന്നും വിട്ടു സംസാരിക്കുന്നതെന്ന് സംശയിക്കണമെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. എന്നെ ഒത്തിരിയേറെ പേരെ തട്ടിപ്പുകാരനായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കും. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിരിക്കുന്ന പോലെ അപകട സാധ്യതയുണ്ട്. പറഞ്ഞില്ലേ, ആ കോഴിക്കോടിലെ ആ കർഷകന്, ആ ബുദ്ധിമാനായ കർഷകൻ ചാർലി എൻ്റെ അടുത്ത് വന്ന് ക്ലാസ് കൂടാതെ തന്നെ ഈ വീഡിയോ ഞാൻ ഇറക്കിയ വീഡിയോ ഒക്കെ പരിശോധിച്ച് പഠിച്ച് എൻ്റെ കയ്യിൽ നിന്നും കത്തിയും ചാനൽ പെറ്റും നെഡിറ്റ് നൈഫും കത്തിയും കൊറിയറിൽ വാങ്ങി പ്രവർത്തിച്ച അദ്ദേഹത്തിനുണ്ടായ മാറ്റം അത്രയാണ്. അദ്ദേഹത്തെ പറ്റി എനിക്കറിയത്തില്ല. എങ്കിലും മിക്ക കർഷകരും സാമ്പത്തികമായിട്ട് വളരെ വിഷമിച്ചിരിക്കുകയാണെന്ന് ആണ്. ഈ കിട്ടുന്ന ആദായം ഇത്രയൊക്കെയല്ലേ നിലവിലത്തെ ടാപ്പിങ്ങിന്. ചിലരെല്ലാം കടക്കണിയിലാണ്, ഓരോ തരത്തിലുള്ള വൈഷമ്യത്തിലാണ്. ചിലപ്പോൾ ഇദ്ദേഹത്തിനും ആ നിലയിലായിരിക്കും. അദ്ദേഹം ഇത് ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ടുള്ളിൽ തന്നെ ചെറിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് പരിഹരിക്കുകയാണ് കണ്ടുക. നിസ്സാരമാണോ 45 മരത്തിന് പിന്നെ 24 കിലോ ഉണക്കഷീറ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒട്ടുകാലം കൂടെ കുടിച്ച് ഒരു ദിവസം എത്ര രൂപയാണ് കിട്ടുന്നത്? 45 മരം. ഇത് ചെയ്ത കർഷകനാണ് പറയുന്നത്. അദ്ദേഹത്തെ കൊണ്ട് ഞാൻ അദ്ദേഹം ഈ വീട്ടിൽ നിർത്തുമ്പം വരുമെന്ന് പറയുന്നത് അദ്ദേഹത്തിന് കുറെ EB3 തൈകൾ വേണം. മാത്രമല്ല എൻ്റെ തോട്ടം കാണുകയും പിന്നെ കുറേയൊക്കെ എല്ലാം കൂടുതലായിട്ട് മനസ്സിലാക്കുകയും ചെയ്യണമെന്നൊക്കെ കൂടി അവരുന്നത് വരുമ്പം ഞാൻ പറഞ്ഞ കളവാണെന്ന് തീർച്ചയായിട്ടും അദ്ദേഹത്തെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അടുത്ത തുടർന്നുള്ള വീഡിയോ ഞാൻ അവതരിപ്പിക്കുന്നതാണ്. അതുപോലെ എത്ര കർഷകരെ പറഞ്ഞില്ല. എൻ്റെ ആദ്യ വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നൊരു 8-10 വർഷം മുമ്പേ ഒരു റിട്ടയർഡ് അധ്യാപകന് എൻ്റെ അടുത്ത് വന്നു. അത് ക്ലാസ് വിടാൻ കിട്ടാണ്ടി വന്നു. അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അത് 100 മരമുണ്ട്, വെട്ടാൻ ടാപ്പിങ്ങാനെ കിട്ടുന്നില്ല, തന്നെ വെട്ടാനോട്ട് അറിയത്തുമില്ല. അപ്പോൾ എൻ്റെ അടുത്ത് നെഡ് ടാപ്പിങ് പഠിക്കാൻ ഞാനത് പഠിപ്പിച്ചു വിട്ടു. എന്നിട്ട് അദ്ദേഹം തനിച്ച് ടാപ്പ് ചെയ്യാൻ തുടങ്ങി. അദ്ദേഹം സാക്ഷ്യപ്പെടുത്തതാണ്. അദ്ദേഹത്തിന് സാക്ഷി ഞാൻ പറയാതെ അറിയാം. അതിൻ്റെ ആദ്യ വീഡിയോ അതായിരുന്നു. അത്
എങ്ങനെയോ എനിക്ക് നഷ്ടപ്പെട്ടത് ആരോ ഡിലീറ്റ് ചെയ്തതാണോ എന്തെന്ന് അറിയത്തില്ല. എങ്കിലും 1,00,000 പേരെ ആൾക്കാരെ അത് കണ്ട് ആണ്. അതിൻ്റെ അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, ടാപ്പിംഗ് ആനയെ കൊണ്ട് കിട്ടിയതിൻ്റെ ഇരട്ടിയിലേറെ പാല് ഒഴിക്കുകയായിരുന്നു. പാല് ഞാൻ നെടി ടാപ്പിംഗ് ചെയ്തപ്പം ടാപ്പിംഗ് അറിയാത്ത ഈ സാറെ ടാപ്പ് ചെയ്തപ്പം കിട്ടിയത്. എന്നുവെച്ചാൽ ആ ടാപ്പ് ചെയ്യുന്ന രീതിയൊക്കെ അതിൻ്റെ അകത്ത് കാണിക്കുന്നത് ഇങ്ങനെ കുത്തിക്കഴിയുമ്പോൾ പാൽ ഇറ്റിറ്റ് വീഴുക ഒഴുകുന്ന രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഈ മറ്റൊന്നുകൂടെ പറഞ്ഞോട്ടെ, ഈ കോവിഡിന് മുമ്പ് ഞാൻ നടത്തിയ ക്ലാസ്സുകളെല്ലാം പറഞ്ഞിരിക്കുന്നത് ഇരട്ടി നിങ്ങൾക്ക് നെടി ടാപ്പിംഗ് ചെയ്ത് ഇരട്ടി ഉൽപ്പാദനവർദ്ധനം ഇരട്ടി മരത്തിൻ്റെ ആയുസ് 100 വർഷത്തോളം വർദ്ധിപ്പിക്കുക എന്നാലും പരസ്യത്തിലും ഒക്കെ ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പം ഈ കോവിഡിന് ശേഷം ഇപ്പോഴത്തെ ക്ലാസ്സുകളിലൊക്കെ ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ 3 മടങ്ങ്, അതായത് ഇപ്പം പിന്നെ 3-4 തോട്ടത്തിലെ കാര്യം ഇപ്പം എന്താ ചാർലിയുടെ കോഴിക്കോട് കർഷകന്റെ കാര്യത്തിൽ അവിടെ 3 മടങ്ങിൽ കൂടുതൽ അദ്ദേഹത്തിന് കിട്ടി. അതുപോലെ തന്നെ അതൊരു പിന്നെ ഒരു നല്ല സാക്ഷ്യമാണ്. തിരുവനന്തപുരത്തിനടുത്ത് ഒരു കർഷകനെ, അദ്ദേഹത്തിന് കുറച്ച് കൂടുതൽ മരങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എന്നോട് പറയാണ്, നേരത്തെ ഒരു 300 മരം ടാപ്പ് ചെയ്താൽ ഏതാണ്ട് നമുക്കറിയാമല്ലോ ഒരു 35-40 ലിറ്റർ പാല് കിട്ടിയിരുന്ന സ്ഥാനത്തെ 300 മരം ടാപ്പ് ചെയ്തപ്പം അദ്ദേഹം പിന്നെ 1.5 വീപ്പ പാൽ കിട്ടിയത്. അപ്പൊ എൻ്റെ അർത്ഥം 3 മടങ്ങിൽ കൂടുതൽ ആദായം കിട്ടിയത്. അതുപോലെ എൻ്റെ മുറക്കല്ലാണ്ടിൽ എൻ്റെ ഗവേഷണത്തോട്ടത്തിൽ ഇതുപോലെ 3 മടങ്ങിൽ ആയിട്ട് വർദ്ധിച്ചു. അതുപോലെ അക്കരെ ഞാൻ പറഞ്ഞില്ല മഞ്ഞാടി തോട്ടത്തിലെ അവിടെയും ഏതാണ്ട് അവിടുത്തെ ശരിക്കും അത് പിന്നെ വേണ്ട പോലെ ചെയ്യാൻ പറ്റിയില്ല. എങ്കിൽ പോലും 3 മടങ്ങുകളും ആദായം പിന്നെ കിട്ടിയതായിട്ട് കാണുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോഴത്തെ നിലയിൽ അനുസരിച്ച് 4 വട്ട വെട്ടുക, 4 വട്ടം നെടി ടാപ്പ് ചെയ്യുക, അതുപോലെ തന്നെ 3 മടങ്ങ് കുറഞ്ഞത് ആദായം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇത്. അപ്പൊ ഈ വർഷം ലഭിച്ചെങ്കിൽ അടുത്ത വർഷം കിട്ടുമെന്നാണ് അടുത്ത ചോദ്യം. ഇന്നത്തെ ഇപ്പം 3 മടങ്ങ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നാളെ 4 മടങ്ങ് കിട്ടുമെന്നാണ് അടുത്ത വർഷം കാണുന്നത്. അതൊന്നും കൃത്യമായ ഒരു കണക്കല്ല, എങ്കിൽ പോലും കൂടുതൽ കിട്ടുമെന്നുള്ളത് വസ്തുതയാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് വളം ചെയ്യണം, കഴിയുമെങ്കിൽ സ്പ്രേയിങ് നടത്തണം, റെയിൻ ഗാർഡ് ചെയ്യണം, ഇതെല്ലാം ചെയ്യണം. എങ്കിലേ നമുക്ക് പാല് കൂടിക്കൊണ്ടേ ഇരിക്കുള്ളൂ. വേണ്ട പോലെ ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞില്ല 4 വട്ട വെട്ടുമ്പോൾ നിങ്ങൾക്ക് ഈ പേടി ഇപ്പോഴും വരുന്ന 1-2 വീഡിയോയിൽ പല വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നെടി ടാപ്പിംഗ് എന്ന് പറയുന്നത് ടാപ്പിങ്ങേ അല്ല, 4 വട്ടയല്ല, 1 വട്ടയും വിടുന്നില്ല. അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന പറഞ്ഞാൽ എൻ്റെ ഈ നെടി ടാപ്പിങ്ങിന്റെ മർമ്മം എന്ന് പറയുന്ന ആളാണ്. ഈ റബ്ബർ മരത്തിന് 4 പട്ടയ്ക്ക് 4 അടുക്കുണ്ട് പ്രധാനമായിട്ട്. ഒന്ന് തണ്ണിപ്പട്ട, അതിന്റെ വെളിയിൽ പാൽപ്പട്ട, അതിന്റെ വെളിയിൽ കരിമ്പട്ട. ഈ പാൽപ്പട്ടയിലാണ് പാലിരിക്കുന്നത്. അകിടെന്ന് പറയാം. തണ്ണിപ്പട്ടയിൽ പാലില്ല, വെള്ളം ഇങ്ങനെ മേലോട്ട് പോകുന്ന ഒരു പാതയാണ്. പിന്നെ കരിമ്പട്ടയിലും അതുപോലെ പാലില്ല. അതൊരു പാമ്പിന്റെ പുറത്തെ പിന്നെ പടം പോലെ ഒരു കവചമാണ്, ഒരു സുരക്ഷിത കവചമാണ്. പിന്നെ അത്ര ഹാർഡാണ്, കടുപ്പം കൂടുതലാണ്. അത് മാറ്റാതെ തേങ്ങയുടെ പുറത്തെ ചിരട്ട മാറ്റാതെ അതിൻ്റെ ഉള്ളിലെ തേങ്ങ എടുക്കാൻ പറ്റിയെന്ന് പറഞ്ഞ പോലെ, അല്ല ഒരു സൂചിയോ വെച്ചോ ഒരു കത്തിയോ വെച്ചോ കുത്തിയാ കയറിയതെന്ന് പറഞ്ഞ പോലെയാണ് ഈ പുറത്തെ ഈ കവറിങ് അല്ലെങ്കിൽ ഈ പുറം ചട്ട അല്ലെങ്കിൽ കരിമ്പട്ട ചെത്തി മാറ്റിയിട്ട് ഒരു ചാനൽ ഉണ്ടാക്കിയിട്ട് കുത്തുക. നിങ്ങൾ ആലോചിക്കണം, മാർക്കിങ് ഒരുവിധം ടാപ്പിംഗ് അല്ല. മാർക്കിംഗ് എന്ന് പറയുന്നത്
അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ ടാപ്പിംഗ് ആരംഭിക്കും മാർക്ക് ചെയ്യുക. അപ്പം പാല് പൊടിക്കുന്നവരെ പലയിടത്തും പാല് പൊടിക്കും. അതേപോലെ ചാനലിങ്ങിൻ്റെ ഉദ്ദേശം എന്തിനാണെന്ന് ചോദിച്ചാൽ അത് എത്രയോ പ്രാവശ്യം ഞാൻ പറഞ്ഞു, എങ്കിലും ഒരിക്കൽ കൂടി പറയുകയാണേ. എന്നാലേ കുത്തിയാൽ കയറുള്ളൂ. ചിരട്ട മാറിയാൽ ഉള്ളിലേക്ക് തേങ്ങയിൽ കുത്തിയ കത്തി കുത്തിയാൽ അകത്തോട്ട് കയറിപ്പോകും. ചിരട്ട മാറിയില്ലല്ലോ, അത് എത്ര കുത്തിയാലും കയറിയ എന്ന് പറഞ്ഞ ഒരാളാണ് ഇവിടെ. ഈ ചിരട്ടയുടെ സ്ഥാനത്തുള്ള ഈ കരിമ്പട്ട കൃത്യമായിട്ട് കുത്തുക എന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു പട്ടയം വെട്ടുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പം മരത്തിന് ഒന്നും സംഭവിക്കുന്നില്ല, മരത്തിന് പിന്നെ ദോഷമല്ല, ഗുണമാണ് ചെയ്യുന്നത്. എങ്ങനെ ഈ ഗുണം ചെയ്യുന്നത് ചോദിച്ചാൽ ഫെറോപ്പസിൻ്റെ പിന്നെ ഒരു മല മാത്രം കിടന്ന ഫെറോപ്പസിന് ഗുണമാണോ ദോഷമാണോ ഉണ്ടാകുന്നത് നിങ്ങൾ തന്നെ പറയൂ. അത് ദോഷമാണ്. മറ്റു മലഭാഗങ്ങളിൽ അവിടെ പാല് കെട്ടുന്ന അകിടിവ്യക്തം ഉണ്ടാകും. ചിലപ്പോൾ അത് പിന്നെ കളവന്നെ നിന്ന് പോകേണ്ട സാഹചര്യം വരും. പിന്നെ റബ്ബർ പിന്നെ പശുവിന് ചിലപ്പോൾ പലപ്പോഴും രോഗമായി മാറാൻ സാധ്യതയുണ്ട്. അപ്പം പാലെടുക്കുന്നത് ഇത് പിന്നെ പശുവിന് പിന്നെ ദോഷമാണ് എന്ന് പറഞ്ഞാൽ പാലെടുത്തില്ലെങ്കിൽ റബ്ബറിനും ദോഷമാണ്. ആ ടെക്നിക്കാണ് നേടി ടാപ്പിങ്ങിലൂടെ ഞാൻ പരിഹരിച്ചത്. അതിന് നിലവിൽ ഇതുവരെ ആയിട്ട് പരിഹാരമില്ലായിരുന്നു. അത് ഈ നേടി ടാപ്പിങ്ങിലൂടെ ആ പരിഹാരമാണ് നടത്തിയിരിക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. ഞാൻ ഈ വാക്കുകളിലൂടെ പറഞ്ഞതൊക്കെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്ന ഇതാണ്. നിങ്ങൾ നേടി ടാപ്പിങ് ചെയ്യണം. എന്തിനാണ്? എനിക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയല്ല. എൻ്റെ പിന്നെ കത്തിയും തെറ്റുമൊക്കെ വിട്ട് കുറച്ച് പൈസ കിട്ടുമെന്നുള്ള പേരിലല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് അപകട സാധ്യതയുണ്ട്. ഞാൻ മുൻപ് പിന്നെ വീഡിയോയിലും പറഞ്ഞല്ലോ. ഈ ചാർലിയെ പോലെ ബുദ്ധിമാന്മാരെ നമുക്കറിയാലോ. എൻ്റെ വീഡിയോ ലോകം മുഴുവൻ പറക്കുകയാണ്. മലേഷ്യ, തായ്ലൻഡ് അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ ഇത് ചെല്ലും. മലയാളത്തിൽ പറഞ്ഞാൽ അവിടെ മലയാളികളുണ്ട്. മലയാളികളിൽ അവിടെ പിന്നെ അവരുടെ ഭാഷയിലേക്ക് അത് പകർത്താനൊക്കെ ഉള്ള മാർഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് അതിൻ്റെ പിന്നെ ടെക്നിക്ക് മനസ്സിലാക്കും. അവിടെ വ്യാപിപ്പിക്കും. ഇവിടുത്തെ ഗതി എന്താണ്? വ്യാപിപ്പിക്കാൻ അനുവദിക്കുകയില്ല. ആരെ? ഇവിടുത്തെ റബ്ബർ ബോർഡ്, പത്രങ്ങള്, ഗവൺമെന്റ്, അങ്ങനെ ഒരു കൂടെ. അതുകൊണ്ട് വഴിമുടക്കുകളെ സൂക്ഷിക്കുക, മുടക്കികളെ സൂക്ഷിക്കുക റബ്ബർ കർഷകർ എന്ന് എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ ഉന്നമനത്തിനായിട്ട് ഞാൻ ഇതൊക്കെ പറയുന്നത്. നിങ്ങളുടെ മാത്രമല്ല, ഈ നാടിൻ്റെ ഉന്നമനത്തിനായിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. എൻ്റെ ഇതുവരെയുള്ള പഠനത്തിലും അധ്വാനത്തിലും അറിവിലും ഈ നേടി ടാപ്പിൻ്റെ മഹത്വം അത്ര വലുതാണ്. നിങ്ങൾ അത് മനസ്സിലാക്കണം. പേടിക്കണ്ട. പേടിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ കുറച്ച് മനസ്സിലും ചെയ്ത് നോക്കുക. അതിനുള്ള മാർഗങ്ങളെല്ലാം ഈ വീഡിയോയിൽ ഞാൻ വിരിച്ചിട്ടുണ്ട്. വീഡിയോകളിൽ ഏതാണ്ട് 35-37 വീഡിയോ ഇതിനോടൊക്കെ ഇറങ്ങി കഴിഞ്ഞു. അതുകൊണ്ട് അത് ആദ്യം കാണുക. അതിൽ നിന്ന് ഈ കത്തിയോ മറ്റൊക്കെ ആവശ്യപ്പെടുക. അത് കൊറിയറിൽ അയച്ചു തരുന്നതാണ്. അത് വെച്ചൊന്നും തുടങ്ങി നോക്കുക. അത് വലിയ ആനക്കാര്യമൊന്നുമല്ല. പ്രത്യേകിച്ച് ടാപ്പിംഗ് അറിയാവുന്നവന് വളരെ പെട്ടെന്ന് പഠിക്കാം. ടാപ്പിംഗ് അറിയത്തില്ലാത്തവന് നിലയിലുള്ള ടാപ്പിംഗ് റബ്ബോർഡൊക്കെ ഒരാഴ്ചത്തെ ക്ലാസ്, 2 ആഴ്ചത്തെ ക്ലാസ്സൊക്കെ നടത്തുന്നുണ്ടല്ലോ. എന്നാൽ പോലും നിലയിലുള്ള ടാപ്പിംഗ് പഠിക്കാൻ പ്രയാസമാണ്. അത്രയും പ്രയാസമൊന്നുമില്ല ടാപ്പിംഗ് അറിയത്തില്ലാത്തവനും പോലും നെല്ല് ടാപ്പിംഗ് പഠിക്കാൻ. അതുകൊണ്ട് അക്കാര്യത്തിൽ പിന്നെ ഒറ്റക്കാര്യത്തിലൊരു പ്രശ്നമുണ്ട്. ഇത് ടാപ്പിങ്ങുകാരെ കൊണ്ട് ഇത് വിജയിപ്പിക്കാൻ അത്ര പ്രയാസമാണ്. അതിന് 6-4 അല്ലെങ്കിൽ ഇപ്പം തന്നെ ഒത്തിരി വളരെ തോട്ടങ്ങളിൽ പപ്പാതിയാണ് കൂലി എന്ന് പറയുന്നത്. കിട്ടുന്ന റബ്ബറിൻ്റെയും പിന്നെ ഒട്ടുപാലിൻ്റെയും പകുതി വീതം വീതിച്ചെടുക്കുക. ഇവിടെ ഞാൻ പറയുന്നില്ല. ഉടമയ്ക്ക് 6, തൊഴിലാളിക്ക് അല്ലെങ്കിൽ പങ്കാളിക്ക് 4 എന്ന ക്രമത്തിലേക്ക് കൂലി നിശ്ചയിച്ചാൽ മതി. അപ്പം ഇരു കൂട്ടർക്കും വൻ നേട്ടമാവും, വിജയമാവും. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. പറഞ്ഞ പോലെ ആൾക്കാർക്ക് താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.
അതുപോലെ തന്നെ ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്നേഹിതന്മാരെ ഒക്കെ ഇത് വിളിച്ചറിയിക്കുക. ഇത് പ്രചരിക്കുന്നില്ലെന്നുള്ള ഒരു പോരായ്മയാണ്. അത് നിങ്ങളിലൂടെ അത് നടക്കാൻ സാധിക്കും. എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന സ്നേഹിതന്മാർക്കൊക്കെ ഇത് ഷെയർ ചെയ്യുക. എൻ്റെ നമ്പർ അറിയാമല്ലോ, പിന്നെ 9947744245 gspmiracle.com അടിച്ചാൽ നമുക്ക് മൊബൈലിൽ യൂട്യൂബിൽ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവർക്കും എന്നെ ശ്രമിച്ച എല്ലാവർക്കും സ്നേഹം എന്ന് പറഞ്ഞ